ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടികർ തിലകം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. സിനിമയിൽ മൊത്തത്തിൽ നമ്മുടെ ലാൽ ജൂനിയറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ടൊവിനോവും സൗബിനും അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു കാസ്റ്റൊക്കെ തന്നെ ഉണ്ട്. പിന്നെ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് തന്നെയാണ് OTT റിലീസ് ചെയ്തത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കണ്ടിരിക്കാമെന്നുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, സിനിമ ഭയങ്കര എംപ്റ്റി ആയിട്ടാണ് തോന്നിയത്. ആകെ സൗബിൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടൊവിനോ ഒക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ടൊവിനോയുടെ കരിയറിൽ അത്യാവശ്യം ഇറങ്ങിയൊരു സിനിമയിൽ ഒരു മോശപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലാൽ ജുരാൻ്റെ കഴിഞ്ഞ സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് അടിപൊളി സിനിമയായിരുന്നു. പക്ഷെ അതുപോലെയൊക്കെ അതിൻ്റെ ഒരു തുടക്കത്തിൽ കുറച്ച് ഗ്ലിംസ് ഒരു വേറെ സിനിമയുടെ അകത്ത് ഒരു സിനിമ പറയണ സംഭവമില്ലേ, അതാണ് ഇതിൽ ഉടനീളം പറയണത്. പിന്നെ ഭാവനയുടെ കഴിഞ്ഞ 8-ാം തീയതിയാണ് സിനിമ OTT റിലീസായത്. ഞാൻ OTTയിലാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 2 മണിക്കൂറൊക്കെ കളയുകയാണെങ്കിൽ കളയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാം. നമ്മൾ സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് കാണാത്തവരാണ് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തേരെ. അതായത് ടൊവിനോ ഒരു അഭിനയിക്കറിയാത്തൊരു നടനാണ്, അതായത് ഇതിലെ ക്യാരക്ടർ. അപ്പോൾ പുള്ളീനെ അങ്ങനെ ഏറ്റവും അവസാനം ഒരു നല്ലൊരു നടനാക്കുന്നു, നടികർ തിലകാക്കുന്നു. അതാണ് സിനിമയുടെ ഒരു ചെറിയൊരു പ്ലോട്ട്. പക്ഷെ അത് അത്ര നന്നായിട്ടല്ല എടുത്തു വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒരു ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ സിനിമ വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ കൂടെ സപ്പോർട്ട് ചെയ്യാം.